കുറേ നാളുകളായി ഈ വന്യജീവി സംഘർഷം നമ്മുടെ ഒരു മുഖ്യ വ്യവഹാര വിഷയമാണ്. ഇപ്പോൾ പുതിയ വനം നിയമ ഭേദഗതി കൂടി വരുന്നത് മലയോര മനുഷ്യരെ സംബന്ധിച്ച്, മലയോരങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അത് വനം മന്ത്രി നിസ്സാരവൽക്കരിക്കുന്നു, സർക്കാർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന പരാതി ആ ക്വാർട്ടറിൽ നിന്നുണ്ട് താനും. അതിനിടയ്ക്കാണ് അൻവർ ഇങ്ങനെ ഒരു സമരം നടത്തുകയും അറസ്റ്റ് വരിക്കുകയും ഒക്കെ ചെയ്തത്. ഇത് ഈ കോസിന്, ഈ വിഷയത്തിന് ഒരു ഊർജം പകരുമോ, അതോ അൻവറിന് വ്യക്തിപരമായി നേട്ടമുണ്ടാവുന്ന വിധത്തിലേക്ക് പോകുമോ? എന്താണ് താങ്കൾ കരുതുന്നത്? കിഫ എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഈ വിഷയത്തിൽ, ഈ വന്യമൃഗശല്യം, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്ന സംഘടനയാണ് കിഫ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ പിന്തുണയോ അഭിവാദ്യം അർപ്പിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തികളും സംഘടനകളും എടുക്കുന്ന നിലപാടുകൾക്കാണ്. ഈ വിഷയത്തിൽ ഇത്രയും എന്താണ് ഇവരെടുത്ത നിലപാട്? ഇപ്പൊ പി വി അൻവർ എന്ന വ്യക്തി തന്നെ 4 വർഷമായിട്ട് അദ്ദേഹം LDF-ന്റെ കൂടെയാണ്. LDF-ലായിരുന്നപ്പോൾ അൻവർ എന്ത് നിലപാടെടുത്തു? LDF-ൽ നിന്ന് പുറത്തേക്ക് വരികയും UDF-ലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടായ ഒരു കർഷക പ്രേമമാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹത്തിന്റെ നിലവിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം UDF-ലേക്കുള്ള കയറാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്താണെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിലെ മലയോര മേഖലയിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യാതെ ഇനി മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ അവരത് തികഞ്ഞ സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിന്റെ കളങ്ങൾക്കുള്ളിൽ തളച്ചിട്ടുകൊണ്ട് ഇതിന്റെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഇഷ്യൂവും ഇതിന്റെ യഥാർത്ഥ സൊല്യൂഷനിലേക്ക് പോവാതെ വെറും കക്ഷി രാഷ്ട്രീയം കളിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അക്രമത്തിന്റെ പാത. പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ DFO ഓഫീസ് അടിച്ചു തകർക്കുക, അതിക്രമം കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് പോയാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അത് വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇതിനകത്തുള്ള ഒരു മതത്തിന്റെ ആംഗിള്. അദ്ദേഹം അത് എന്താണ്, ഇതിലേക്ക് മതം വലിച്ചിടേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ഞങ്ങൾ ഇത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായിട്ട് കർഷകൻ ഒറ്റ വികാരത്തിൽ മനുഷ്യന്റെ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. അതിൽ പി വി അൻവർ ഇതിൽ മതത്തിന്റെ ആംഗിൾ കൊണ്ടുവന്നിട്ട് ഏതോ ഒരു പ്രത്യേക മതത്തെ സർക്കാർ ടാർഗറ്റ് ചെയ്യാണ്, അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ മതം കയറ്റി ഇതിന്റെ ഗൗരവം നശിപ്പിച്ച് കളയരുതെന്നാണ് എനിക്ക് പി വി അൻവറിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ 3 കാര്യങ്ങൾ ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.